നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകൾക്ക് പൗരത്വം നൽകാൻ സൗദി അറേബ്യ. ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, കായിക പ്രതിഭകൾ തുടങ്ങിയവർക്ക് അപേക്ഷിക്കാം. ഇതിനകം പലർക്കും പൗരത്വം നൽകിയതായി അധികൃതർ വ്യക്തമാക്കി. ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി സൗദി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ തീരുമാനം. മതരംഗത്തോ മെഡിക്കൽ രംഗത്തോ ശാസ്ത്ര രംഗത്തോ സാംസ്കാരിക മേഖലയിലോ കായിക മേഖലയിലോ സാങ്കേതിക മേഖലയിലോ ഉള്ള പ്രതിഭകൾക്ക് സൗദി പൗരത്വം നൽകാനാണ് രാജകീയ ഉത്തരവ്. ശാസ്ത്രജ്ഞർ, ഡോക്ടർമാർ, ഗവേഷകർ, നൂതന സംരംഭകർ, വിശിഷ്ട പ്രതിഭകൾ, വിവിധ മേഖലകളിൽ അസാധാരണ കഴിവ് തെളിയിച്ചവർ തുടങ്ങിയവർക്ക് ഇതുപ്രകാരം സൗദി പൗരത്വത്തിന് അപേക്ഷിക്കാം. അസാധാരണ വ്യക്തിത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വിദേശ നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ സമീപകാലത്താണ് ഇതു സംബന്ധമായ ഉത്തരവുണ്ടായത്. അമേരിക്ക, ഫ്രാൻസ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ പല പ്രതിഭകൾക്കും ഇതുപ്രകാരം സൗദി പൗരത്വം ലഭിക്കുകയും ചെയ്തു. 24 ജിദ്ദ. ദുബായിലെ തൊഴിലാളികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് കരാറിലേർപ്പെട്ട് ദുബായ് സ്പോർട്സ് കൗൺസിലും GDRFAയും തൊഴിലാളികളെ കൂടുതൽ സജീവവും ആരോഗ്യമുള്ളതുമായ സമൂഹമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് കരാർ. രാജ്യത്തെ തൊഴിലാളികൾക്കിടയിൽ കായിക സംസ്കാരം വളർത്തുന്നതിനും അവരെ കായിക പ്രവർത്തനങ്ങളിൽ സജീവമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നടപടി. ഇതുമായി ബന്ധപ്പെട്ട് ദുബായ് സ്പോർട്സ് കൗൺസിലും GDRFAയും തമ്മിൽ കരാർ ഒപ്പുവച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ ദുബായ് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ജനറൽ സയ്യിദ് മുഹമ്മദ് ഹാരിബും GDRFA മേധാവി ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറിയുമാണ് കരാറിൽ ഒപ്പുവച്ചത്. ദുബായിലെ തൊഴിലാളികളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും അവരെ കൂടുതൽ സന്തോഷകരവും ആരോഗ്യകരവുമായ ജീവിതം നയിക്കാൻ പ്രാപ്തരാക്കുന്നതിനും കരാർ സഹായിക്കുമെന്ന് ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു. കരാർ പ്രകാരം തൊഴിലാളികൾക്കായി ശാരീരികക്ഷമതയും മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ നടപ്പാക്കും. അതോടൊപ്പം വിവിധയിടങ്ങളിൽ സംയുക്ത കായിക പരിപാടികളും സംഘടിപ്പിക്കും. കൂടാതെ തൊഴിലാളികൾക്കുള്ള കായിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും രാജ്യത്തെ വിവിധ കായിക മത്സരങ്ങളിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 24 ദുബായ്. കുവൈറ്റിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ നിയമനം നേടിയവരിൽ നിന്ന് പ്രതിവർഷം 4800 ദീനാർ തിരിച്ചുപിടിക്കുമെന്ന് അധികൃതർ. പ്രതിമാസം 400 ദീനാർ വീതം ഇവർ അലവൻസ് കൈപ്പറ്റിയെന്ന് കണക്കാക്കിയാണ് ഈ തീരുമാനം. വ്യാജ മാസ്റ്റർ സർട്ടിഫിക്കറ്റ് തരപ്പെടുത്തി ജോലിയിൽ കയറിയവരിൽ നിന്ന് പ്രതിമാസം 200 ദീനാർ, വ്യാജ യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകി അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റുകളിൽ നിയമിതരായവരിൽ നിന്ന് പ്രതിമാസം 150 ദിനാർ, വ്യാജ ബിരുദാനന്തര ബിരുദം കാണിച്ച് നിയമനം നേടിയവരിൽ നിന്ന് പ്രതിവർഷം 900 ദിനാർ എന്നിങ്ങനെ തിരിച്ചുപിടിക്കുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് യൂണിവേഴ്സിറ്റിയിൽ കോളേജ് ഓഫ് അലൈഡ് മെഡിക്കൽ സയൻസ് നഴ്സിംഗ് വിഭാഗത്തിൽ ആദ്യ ബാച്ചിനെ സ്വീകരിക്കാൻ ഒരുക്കം തുടങ്ങിയതായി അധികൃതർ. നഴ്സിംഗ് സ്പെഷ്യാലിറ്റിയിലെ കുറവ് കാരണമാണ് യൂണിവേഴ്സിറ്റിയിൽ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റ് വീണ്ടും തുറക്കാൻ തീരുമാനിച്ചതെന്ന് ആക്ടിംഗ് ഡീൻ ഡോക്ടർ മുഹമ്മദ് നദർ വ്യക്തമാക്കി. നഴ്സിംഗ് തസ്തിക മെഡിക്കൽ സ്പെഷ്യാലിറ്റികളിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്നും ആഗോള പ്രാദേശിക തൊഴിൽ വിപണിയിൽ നഴ്സുമാരുടെ ആവശ്യകത കൂടി വരികയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനംതിട്ടയിൽ BJP വിട്ട് കാപ്പ ചുമത്തപ്പെട്ടയാളെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ച് CPIM. 20ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായ മലയാലപ്പുഴ സ്വദേശി ശരൺ ചന്ദ്രനെയാണ് CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഇന്ന് വൈകിട്ട് കുമ്പഴയിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസിൽ ഉൾപ്പെടെ പ്രതിയാണ് ശരൺ. ലയാലപ്പുഴയിലെ CPIM പ്രവർത്തകരുമായും നിരവധി തവണ സംഘർഷത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ശരൺ ചന്ദ്രൻ അടക്കം 50ഓളം RSS പ്രവർത്തകരാണ് CPIMൽ ചേർന്നത്. പാർട്ടിയെയും നേതാക്കളെയും ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന എല്ലാ ശൈലിയും തിരുത്തുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. കണ്ണൂരിലെ വിവാദങ്ങളിൽ P ജയരാജൻ തെറ്റുകാരനല്ല, സ്വർണം പൊട്ടിക്കൽ ഉൾപ്പെടെ തെറ്റായ പ്രവണതകൾ പാർട്ടിയിൽ വെച്ച് പൊറുപ്പിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾക്ക് പിന്നാലെയാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. പാർട്ടിയെയും നേതാക്കളെയും ജനങ്ങളിൽ നിന്ന് അകറ്റുന്ന ശൈലികളെല്ലാം മാറ്റും. അതിൽ നേതാക്കളുടെ അഹംഭാവവും ഉൾപ്പെടുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ശൈലി എന്ന് വ്യാഖ്യാനിക്കേണ്ടെന്നും MV ഗോവിന്ദൻ. അങ്ങനെ അകറ്റാനിടയാവുന്ന ശൈലി എന്താണോ അതെല്ലാം പരിഹരിക്കണം. മുഖ്യമന്ത്രിക്കായാലും പാർട്ടി സെക്രട്ടറിക്കായാലും PB മെമ്പർമാർക്കായാലും ആർക്കായാലും അവരിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തെറ്റോ തിരുത്തേണ്ടതായോ കാര്യങ്ങളോ ഉണ്ട്, അതെല്ലാം തിരുത്തും. അതിലൊന്നും സംശയം വേണ്ട. നവകേരള യാത്രക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ DYFIക്കാർ രക്ഷിക്കുകയായിരുന്നെന്ന മുഖ്യമന്ത്രിയുടെ വാദത്തെ പാർട്ടി സെക്രട്ടറി പിന്തുണച്ചു. മുഖ്യമന്ത്രി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്നും രക്ഷാപ്രവർത്തനം തന്നെയായിരുന്നുവെന്നും MV ഗോവിന്ദൻ. സ്വർണം പൊട്ടിക്കൽ പോലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളെ CPIM അംഗീകരിക്കില്ലെന്ന് പറഞ്ഞ MV ഗോവിന്ദൻ കണ്ണൂരിലെ വിവാദങ്ങളിൽ P ജയരാജൻ തെറ്റുകാരനല്ലെന്നും പറഞ്ഞു. P ജയരാജൻ്റെ കാര്യം P ജയരാജൻ ഉൾപ്പെടെ ചേർന്നുകൊണ്ടല്ലേ ഈ നിലപാടിനെതിരായിട്ട് അതിശക്തിയായിട്ട് മുമ്പോട്ടേക്ക് പോയത്. അതുകൊണ്ട് P ജയരാജൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പങ്കുവഹിച്ച ഒരാളെയല്ല. ഈ പറയുന്ന കറക്ഷനിലേക്ക് പാർട്ടി ആകെ നയിക്കുന്നതിന് നല്ലതുപോലെ മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി നേതാവാണ് സഖാവ് P ജയരാജൻ.
തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്ത സംസ്ഥാന സമിതി റിപ്പോർട്ട് കേന്ദ്ര കമ്മിറ്റി തള്ളിയെന്ന വാർത്ത വാസ്തവവിരുദ്ധം. ഇ.പി. ജയരാജന്റെ പേര് പറഞ്ഞ് യോഗത്തിൽ വിമർശനമുണ്ടായെന്ന വാർത്തയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും എം.വി. ഗോവിന്ദൻ വ്യക്തമാക്കി. 24 തിരുവനന്തപുരം. SFIക്കെതിരെ ആരോപണങ്ങളിൽ CPI നേതാക്കൾ നിലപാട് കടുപ്പിക്കുകയാണ്. SFI തിരുത്തണമെന്ന ബിനോയ് വിശ്വത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ പറഞ്ഞു. SFIയുടെ രക്തം കുടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നായിരുന്നു കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന്റെ മറുപടി. എന്നാൽ SFI തിരുത്തണമെന്ന നിലപാട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്നും ആവർത്തിച്ചു. വലതുപക്ഷ അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കരുതെന്ന് ബിനോയ് വിശ്വത്തിന് SFI സംസ്ഥാന സെക്രട്ടറി PM മാർഷോയുടെ മറുപടി. ബിനോയ് വിശ്വത്തെ ചരിത്രം പഠിപ്പിക്കാൻ SFI വളർന്നിട്ടില്ലെന്ന് AISF പ്രതികരിച്ചു. പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷം എന്ന വാക്കിന്റെ അർത്ഥമറിയില്ലെന്നും മുന്നണിക്ക് തന്നെ ബാധ്യത ആകുമെന്നുമായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ വിമർശനം. എന്നാൽ SFIക്ക് വലിയ പാരമ്പര്യമുണ്ടെന്നും ബിനോയ് വിശ്വത്തിന്റേത് സ്വന്തം കാഴ്ചപ്പാടെന്നും M.V. ഗോവിന്ദൻ തിരുത്തി. അത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടല്ലേന്ന്. SFI ഇത്തരം സംഘടിതമായ പ്രസ്ഥാനമെന്ന രീതിയിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വലിയ മുന്നേറ്റം നടത്തിയൊരു പ്രസ്ഥാനമല്ലേ. ആ പ്രസ്ഥാനത്തോട് നിരവധിയായ സന്ദർഭങ്ങളിൽ സംഘടനാപരമായും രാഷ്ട്രീയവുമായും ഒക്കെ അതിശക്തിയായിട്ടുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചവരുണ്ട്. അവരിപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ടാവും. അതേസമയം SFIയെ തിരുത്തണമെന്ന് ബിനോയ് വിശ്വം ഇന്നും ആവർത്തിച്ചു. SFIക്കകത്ത് ആവശ്യമായ തിരുത്തൽ വേണം. SFIയെ ഇല്ലാതാക്കാൻ വേണ്ടിയല്ല, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ഉറച്ച അഭിപ്രായമാണ്. വലതുപക്ഷ അജണ്ടയ്ക്ക് തലവെച്ച് കൊടുക്കരുത് എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന് SFIയുടെ മറുപടി. ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഞങ്ങൾ ചരിത്രം പഠിക്കുന്നുമുണ്ട്. ഞങ്ങളുടെ പ്രവർത്തകർക്ക് കൃത്യമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. തെറ്റായി സൃഷ്ടിക്കപ്പെടുന്ന ചിത്രീകരണങ്ങളുടെ പുറത്ത് വലതുപക്ഷത്തിന്റെ അജണ്ടയ്ക്ക് തലവെച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവാദിത്വപ്പെട്ട നേതാക്കൾ തയ്യാറാകരുത്. മുന്നണിക്കുള്ളിലായാലും പുറത്തായാലും SFIയുടെ രക്തം കുടിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് AK ബാലനും പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ചു പ്രതിപക്ഷം. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. യുദ്ധഭൂമിയിലേക്ക് എന്ന പോലെയാണ് റോഡിലേക്ക് ഇറങ്ങുന്നതെന്ന് നജീബ് കാന്തപുരം ആരോപിച്ചു. അതേസമയം പ്രതിപക്ഷ MLA-മാർക്ക് സ്പീക്കർ കൂടുതൽ സമയം അനുവദിക്കുന്നുവെന്ന് മന്ത്രി MP രാജേഷ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ റോഡുകളുടെ ശോച്യാവസ്ഥ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. റോഡ് നിർമ്മാണത്തിൽ വകുപ്പുകൾ തമ്മിൽ അടിയോടടിയെന്നും യുദ്ധഭൂമിയിൽ പോകുന്നത് പോലെയാണ് റോഡുകളിലൂടെയുള്ള യാത്രയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടി സംസാരിച്ച നജീബ് കാന്തപുരത്തിന്റെ വിമർശനം. ബഹുമാന്യനായ മുഖ്യമന്ത്രി കുടിയില്ലാത്ത റോഡിലൂടെ തൃശൂരിലേക്ക് പോകാൻ 16 കിലോമീറ്ററാണ് സാർ ചുറ്റി സഞ്ചരിക്കേണ്ടി വന്നത്. സംസ്ഥാനത്തെ മഹാഭൂരിപക്ഷം റോഡുകളും ഗതാഗത യോഗ്യമാണെന്ന് വാദിച്ച മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതിപക്ഷത്തെ പരിഹസിച്ചു. സാർ റോഡിന്റെ ക്വാളിറ്റിയാണ് സാർ. സാർ ഈ പറഞ്ഞ റോഡ് ചിലത് കയറുന്നുണ്ട് സാർ, ചിലത് കുടിവെള്ളത്തിന് കയറുന്നുണ്ട് സാർ, ചിലത് വൈദ്യുതി ലൈനിന് കയറുന്നുണ്ട് സാർ, ചിലത് ട്രാഫിക് ലൈനിന് കയറുന്നുണ്ട്, സിഗ്നൽ ലൈറ്റിന് കയറുന്നുണ്ട് സാർ, ചിലത് പല കാര്യങ്ങൾക്ക് കയറുന്നുണ്ട് സാർ, ചിലത് കൂടോത്രത്തിന് കയറുന്നുണ്ട് സാർ. ഇങ്ങനെ റോഡുകൾ പലതും കുഴിയായി മാറുന്നുണ്ട്. കരാറുകാർക്ക് കുടിശ്ശിക നൽകുന്നതിൽ അലംഭാവമെന്നും സമയബന്ധിതമായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ സർക്കാർ പരാജയപ്പെട്ടുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കരാറുകാർക്ക് വൻ കുടിശ്ശികയാണ് സാർ. പല കരാറുകാരും ഒന്നിലധികം വർക്കെടുത്ത ആളുകൾ ഏതെങ്കിലും ഒരു വർക്ക് മാത്രം ചെയ്ത് നിൽക്കുകയാണ്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. അതേസമയം നജീബ് കാന്തപുരത്തിന് അധിക സമയം നൽകിയെന്നായിരുന്നു MP രാജേഷിന്റെ ആരോപണം. എന്നാൽ നജീബ് കാന്തപുരത്തിന് 10 മിനിറ്റ് മാത്രമേ അനുവദിച്ചുള്ളൂവെന്നും ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണെന്നും സ്പീക്കർ മറുപടി നൽകി. അത് ഡിജിറ്റൽ ക്ലോക്കിലെ തെറ്റാണ്. ഞാനിവിടെ ക്ലോക്കിൽ നോക്കുള്ളൂ. അദ്ദേഹം 10 മിനിറ്റ് എടുത്തുള്ളൂ. യെസ്, ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. 24 തിരുവനന്തപുരം. നീറ്റ് PG പരീക്ഷയുടെ പുതിയ തീയതി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 11-ന് 2 ഷിഫ്റ്റുകളിലായി പരീക്ഷ നടക്കും. നീറ്റ് പരീക്ഷ റദ്ദാക്കുന്നത് യുക്തിസഹമല്ലെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. മെഡിക്കൽ PG പ്രവേശനത്തിനുള്ള പരീക്ഷയാണ് ഓഗസ്റ്റ് 11-ന് നടത്തുമെന്ന് നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് ഇൻ മെഡിക്കൽ സയൻസസ് അറിയിച്ചത്. 2 ഷിഫ്റ്റുകളായാണ് പരീക്ഷ നടത്തുക. ജൂൺ 23-ന് നിശ്ചയിച്ച പരീക്ഷയാണിത്. തലേന്ന് രാത്രിയാണ് പരീക്ഷ മാറ്റിവെച്ചെന്ന വിവരം വിദ്യാർത്ഥികളെ അറിയിച്ചത്. കാരണം വ്യക്തമാക്കാതെ അവസാന നിമിഷം പരീക്ഷ മാറ്റിവെച്ചത് വിവാദമായിരുന്നു. നീറ്റ് UG നെറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ഒരു പോലീസ് ഉദ്യോഗസ്ഥനുൾപ്പെടെ 2 നിരീക്ഷകരെ നിയമിക്കാനാണ് നിർദ്ദേശം. അതേസമയം നീറ്റ് UG പരീക്ഷ റദ്ദാക്കാനാകില്ലെന്ന് കേന്ദ്ര സർക്കാരും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും സുപ്രീം കോടതിയെ അറിയിച്ചു. പരീക്ഷ റദ്ദാക്കണമെന്ന ഹർജികൾക്കെതിരായ സത്യവാങ്മൂലത്തിലാണ് നിലപാട് വ്യക്തമാക്കിയത്.
നീറ്റ് റദ്ദാക്കുന്നത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുമെന്നും ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഒറ്റപ്പെട്ട സംഭവത്തിന്റെ പേരിൽ മുഴുവൻ പരീക്ഷയും റദ്ദാക്കരുതെന്നാണ് NTA സത്യവാങ്മൂലം. 24 ഡൽഹി. ഉത്തർപ്രദേശിലെ ഹാത്രസ് ദുരന്തത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായതായി അന്വേഷണ റിപ്പോർട്ട്. 100 പേരുടെ മൊഴി രേഖപ്പെടുത്തിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപകടത്തിൽ കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. ഹാത്രസ് ദുരന്തമുണ്ടായി 3 ദിവസത്തിനുള്ളിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായതായി റിപ്പോർട്ടിലുണ്ട്. അപകടവുമായി ബന്ധപ്പെട്ട് 100 പേരുടെ മൊഴി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് നൽകിയ റിപ്പോർട്ടും പ്രാഥമിക അന്വേഷണ സംഘം വിലയിരുത്തി. സംഘാടകർ ഉൾപ്പെടെ 20ഓളം പേർ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. അപകടത്തിൽ മരിച്ചവരുടെയും പരുക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സന്ദർശിച്ചു. സർക്കാരിന് ഗുരുതര വീഴ്ചയുണ്ടായെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. बहुत दुख में है, शॉक में है, तो ऐसी सिचुएशन में मैं उनकी जो स्थिति है, उनकी सिचुएशन है, उसको समझने की कोशिश करता हूँ. 3 അംഗ ജുഡീഷ്യൽ അന്വേഷണ സംഘവും അപകടസ്ഥലം സന്ദർശിക്കും. അപകടവുമായി ബന്ധപ്പെട്ട 6 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദുരന്തമുണ്ടായി ദിവസങ്ങൾ പിന്നിടുമ്പോഴും ആൾദൈവം ഭോലെ ബാബ ഒളിവിൽ തുടരുകയാണ്. വിനീത VG, 24 ഡൽഹി. ഉത്തരാഖണ്ഡിൽ താൽക്കാലിക പാലം തകർന്നു. 2 തീർത്ഥാടകർ ഒഴുക്കിൽപ്പെട്ടു. 40ഓളം തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. മേഖലയിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഗംഗോത്രിക്ക് സമീപം ഗോമുഖ് പാതയിൽ ചാർധാം തീർത്ഥാടകർക്കായി താൽക്കാലികമായി ഉണ്ടാക്കിയ പാലമാണ് തകർന്നത്. ഗംഗോത്രിയിൽ നിന്നും 9 കിലോമീറ്റർ അകലെയാണ് അപകടമുണ്ടായത്. പാലം മുറിച്ചു കിടക്കുകയായിരുന്ന 2 തീർത്ഥാടകർ ഒഴുക്കിൽപ്പെട്ടു. 40ഓളം തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്നതായാണ് വിവരം. കുടുങ്ങിക്കിടന്നവരിൽ 16 തീർത്ഥാടകരെ സംസ്ഥാന ദുരന്ത നിവാരണ സേന രക്ഷപ്പെടുത്തി. നദിയിലെ ജലനിരപ്പ് പെട്ടെന്നുയർന്നതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അതിനിടെ ബീഹാറിൽ 16 ദിവസങ്ങൾക്കിടെ 10 പാലങ്ങൾ തകർന്നതിൽ ജലവിഭവ വകുപ്പിലെ 11 എഞ്ചിനീയർമാരെ സസ്പെൻഡ് ചെയ്തു. വിഷയം ഗൗരവത്തോടെ കാണുന്നുവെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കി. 24 ഡൽഹി. 2020 ലോകകപ്പ് നേടി ഇന്ത്യൻ ടീമിന്റെ റോഡ് ഷോയ്ക്കിടെ ഒഴിവായത് വൻ ദുരന്തമാണ്. മറൈൻ ഡ്രൈവിലെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്കാണ് പരിക്കേറ്റത്. ജനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടതാണ് അപകട സാഹചര്യത്തിന് കാരണമായത്. ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോസിന് മുംബൈ നൽകിയത് വമ്പൻ സ്വീകരണം. എന്നാൽ പരിധി വിട്ട് ജനം ഒഴുകിയെത്തിയപ്പോൾ അത് കാര്യങ്ങൾ നിയന്ത്രണാതീതമാക്കി. വൈകിട്ട് 5 മണിയോടെ റോഡ് ഷോ തുടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പരിപാടി തുടങ്ങാൻ തന്നെ 2 മണിക്കൂറിലേറെ വൈകി. തൊട്ടടുത്ത ചർച്ച് ഗേറ്റ് സ്റ്റേഷനിലേക്ക് ഉച്ച മുതൽ സബർബൻ ട്രെയിനുകൾ നിറഞ്ഞാണ് എത്തിക്കൊണ്ടിരുന്നത്. സമയം വൈകുന്തോറും ജനം മറൈൻ ഡ്രൈവിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. 4 മണിയോടെ മറൈൻ ഡ്രൈവിൽ കാലുകുത്താൻ ഇടമില്ലാതായി. പിന്നെയും ജനം എത്തിയതോടെ പോലീസ് നിയന്ത്രണങ്ങളും ഫലം കാണാതായി. കുഴഞ്ഞു വീഴുന്നവർക്ക് നൽകാൻ കുടിവെള്ളം പോലും എവിടെയും ഉണ്ടായിരുന്നില്ല. റോഡ് ഷോ തുടങ്ങിയതോടെ വൻ തിക്കിലും തിരക്കിലും നിരവധി പേർക്ക് പരിക്കേറ്റു. സ്ത്രീകൾ പലരും ജനക്കൂട്ടത്തിൽ അതിക്രമത്തിനിരയായി. മറൈൻ ഡ്രൈവിൽ പരിധിയിലധികം ആളുകൾ എത്തുന്നത് തടയാനുള്ള പദ്ധതികളൊന്നും പോലീസിനുണ്ടായിരുന്നില്ല. ഇത്രയും വലിയ റോഡ് ഷോ കാണാൻ ആരാധകരെ ക്ഷണിച്ച BCCIയും ദുരന്ത സമാന സാഹചര്യത്തെക്കുറിച്ച് ആലോചിച്ചില്ല. പരിപാടിക്ക് ശേഷം റോഡിൽ ചിന്നിച്ചിതറിക്കിടന്ന ആയിരക്കണക്കിന് ചെരുപ്പുകൾ സൂചിപ്പിക്കുന്നുണ്ട് എത്ര വലിയ ദുരന്തമാണ് ഒഴിഞ്ഞു മാറിയതെന്ന്. ഹാത്രസിലുണ്ടായ ദുരന്തത്തിന്റെ ഓർമ്മകൾ മായാൻ സമയമായിട്ടില്ല. ഭാഗ്യം കൊണ്ട് മാത്രമാണ് മറ്റൊരു ദുരന്തം ഇന്നലെ മുംബൈയിൽ ഒഴിവായിപ്പോയത്. മുംബൈയിൽ നിന്നും വരുൺ വീനാർക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഗൾഫ് ഫോക്കസ് തുടരുന്നു. കടൽക്കയറ്റ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണമാലിയിൽ ഇന്ന് രാവിലെ ആരംഭിച്ച സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. എറണാകുളം ജില്ലാ കളക്ടർ നേരിട്ടെത്തി സമരക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. പ്രശ്നം വിശദമായി ചർച്ച ചെയ്യാൻ ചൊവ്വാഴ്ച കളക്ടറേറ്റിൽ യോഗം ചേരും. കണ്ണമാലി മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലെ കടൽക്കയറ്റം തടയണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധ സമരം. 9 മണിക്കൂറിലധികം ഫോർട്ട് കൊച്ചി ആലപ്പുഴ തീരദേശപാത നിശ്ചലമായി. ഒടുവിൽ ജില്ലാ കളക്ടർ NSK ഉമേഷ് നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. ചൊവ്വാഴ്ച കളക്ടറുടെ ചേംബറിൽ നടക്കുന്ന യോഗത്തിൽ പ്രശ്നപരിഹാരമെന്ന ഉറപ്പോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. ഇവിടുത്തെ ജനം മുഴുവൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സമയവും ഓരോ വർഷവും ഇതേ സ്ഥിരം കാഴ്ച ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും ഇവിടെ കടൽ കയറുകയും ഇവര് ഓരോ വർഷവും കൂട്ടിക്കൂട്ടുന്ന വീടുകളും മറ്റുമൊക്കെ എല്ലാ വർഷവും നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് 3 വീടുകൾ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പോരാതെ അവരുടെ വീടുകളും സാധനങ്ങളും വാഹനങ്ങളും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത്. അടിയന്തരമായി ടെട്രോപോഡും കടൽഭിത്തിയും നിർമ്മിക്കണമെന്നാണ് പ്രധാന ആവശ്യം.
മുഖ്യമന്ത്രിയുമായി കളക്ടർ ഫോണിൽ സംസാരിച്ചു. ഇറിഗേഷൻ വകുപ്പിന്റെ നിർദ്ദേശങ്ങളിലൂടെ നടപടികൾ വേഗത്തിലാക്കുമെന്നും കളക്ടർ. ഇപ്പോൾ ചെല്ലാനം പഞ്ചായത്തിൽ ഓൾറെഡി നമ്മൾ 7 കിലോമീറ്റർ ടെറ്റർ റോഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി 4.6 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആ പ്രോജക്റ്റ് കുറിച്ചും മൂന്നാമത്തെ ഇപ്പോൾ അവർ ഉന്നയിച്ച ഒരു കാര്യം പോർട്ട് ട്രസ്റ്റ് എടുക്കുന്ന മണ്ണ് അതിവിടെ വന്ന് ഫിൽ ചെയ്ത് സംരക്ഷണം. ആ കാര്യം നമ്മൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോട് ഒന്നുകൂടി പോർട്ട് ട്രസ്റ്റോടും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോടും ഒന്നുകൂടി ചർച്ച ചെയ്തിട്ട് അതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ഞാൻ അവിടെ വാഗ്ദാനം തന്നിട്ട് വന്നിട്ടുള്ളത്. ട്യൂസ്ഡേ തന്നെ ഒരു യോഗം വിളിച്ച് പോർട്ട് ട്രസ്റ്റോട് യോഗം വിളിച്ച് നമുക്ക് ആ ആക്ഷൻ എങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് അടിയന്തരമായിട്ട് പരിശോധിച്ച് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാം. ചൊവ്വാഴ്ചത്തെ ചർച്ചയിൽ പ്രശ്നപരിഹാരമായില്ലെങ്കിൽ 21 മുതൽ വീണ്ടും സമരം ആരംഭിക്കുമെന്ന് സമരസമിതി വ്യക്തമാക്കി. 24 കൊച്ചി. കോതമംഗലം പുളിന്താനം സെന്റ് ജോൺസ് ബെസ്ഫാഗെ യാക്കോബായ പള്ളിയിൽ കോടതി വിധി നടപ്പാക്കാനായില്ല. പള്ളി വിട്ടുകൊടുക്കില്ലെന്ന നിലപാടുമായി യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിച്ചതോടെ പോലീസ് മടങ്ങി. കോടതി വിധി നടപ്പാക്കാനുള്ള ശ്രമം തുടങ്ങിയതോടെ പുളിന്താനം പള്ളിയിൽ വിശ്വാസികൾ പ്രതിരോധം തീർത്തു. ഗേറ്റ് താഴിട്ട് പൂട്ടി പള്ളിക്കകത്ത് വിശ്വാസികളും പുറത്ത് പോലീസുകാരും നിലയുറപ്പിച്ചു. മൂവാറ്റുപുഴ തഹസീൽദാർ KM ജോസ് കുട്ടിയുടെ നേതൃത്വത്തിൽ അനുരഞ്ജന ചർച്ച നടത്തിയെങ്കിലും വിശ്വാസികൾ വഴങ്ങിയില്ല. ബലം പ്രയോഗിച്ച് വിധി നടപ്പാക്കരുതെന്ന ഹൈക്കോടതി നിർദ്ദേശമുള്ളതിനാൽ പോലീസ് പള്ളിയിൽ നിന്ന് പിൻവാങ്ങി. നീതി നിഷേധത്തിനെതിരെ പ്രതിരോധം തുടരുമെന്ന നിലപാടിലാണ് യാക്കോബായ വിഭാഗം. ഇതൊരു വിശ്വാസ പോരാട്ടമാണ്, വിശ്വാസ തർക്കമാണ്. വിശ്വാസ പരിവർത്തനം നടത്താനുള്ള ഈ പരിശ്രമത്തെയാണ് വിശ്വാസികൾ, ഇടവകാംഗങ്ങളായ വിശ്വാസികൾ എതിർക്കുന്നത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ചപ്പോൾ ഓർത്തഡോക്സ് വിഭാഗത്തിന് പള്ളി കൈമാറാനുള്ള വിധി നടപ്പാക്കാത്തതിൽ കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. തിങ്കളാഴ്ച കേസ് വീണ്ടും കോടതി പരിഗണിക്കും. 24 കൊച്ചി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സന്ദീപിന്റെ വിടുതൽ ഹർജി ഹൈക്കോടതി തള്ളി. കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന പ്രതിയുടെ ആവശ്യം നേരത്തെ വിചാരണ കോടതി തള്ളിയിരുന്നു. ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നത്. കേസിൽ പ്രതി സന്ദീപിനെതിരെ പോലീസ് നേരത്തെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഈ റിപ്പോർട്ട് റദ്ദാക്കി തന്നെ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നായിരുന്നു പ്രതിയുടെ ആവശ്യം. സന്ദീപിന്റെ ഹർജി നേരത്തെ വിചാരണ കോടതിയും തള്ളിയിരുന്നു. ഇതിനെതിരെയായിരുന്നു ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. പോലീസിന്റെ കുറ്റപത്രം വിചാരണ ചെയ്യപ്പെടേണ്ടതാണെന്ന് വ്യക്തമാക്കിയാണ് കോടതിയുടെ നടപടി. ഹർജി തള്ളിയതോടെ കേസിലെ വിചാരണ നടപടികൾ സ്റ്റേ ചെയ്തതും അസാധുവായി. പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്ന നടപടിയാണ് ഇനിയുള്ളത്. കഴിഞ്ഞ വർഷം മെയ് 10-നാണ് കൊല്ലം അസീസിയ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ വന്ദനാദാസിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായി ജോലി ചെയ്യുന്നതിനിടെ പ്രതി കൊലപ്പെടുത്തിയത്. ചികിത്സയ്ക്കായി പോലീസ് ആശുപത്രിയിലെത്തിച്ച പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല്ലം നെടുമ്പന UP സ്കൂൾ അധ്യാപകനായിരുന്ന സന്ദീപിനെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. S. ശ്രീകാന്ത്, 24 കൊച്ചി. കോൺഗ്രസിൽ കൂടോത്ര വിവാദം പുകയുന്നു. വീട്ടിൽ നിന്ന് കൂടോത്ര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതിന്റെ വിശദാംശങ്ങൾ രാജ്മോഹൻ ഉണ്ണിത്താനോട് ചോദിക്കാൻ KPC അധ്യക്ഷൻ K. സുധാകരൻ പറഞ്ഞു. എന്നാൽ ചോദ്യത്തോട് രാജ്മോഹൻ ഉണ്ണിത്താൻ ക്ഷുഭിതനായി. ശുദ്ധ അസംബന്ധമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചു. K. സുധാകരന്റെ വീട്ടിലും KPCC ഓഫീസിലും കൂടോത്രം വെച്ചതാര്? ഉത്തരമില്ല. KPCC അധ്യക്ഷനെ നീക്കാൻ ലക്ഷ്യമിടുന്ന കൂടോത്ര വിശ്വാസികളായ നേതാക്കളുണ്ടെന്നാണ് കോൺഗ്രസിലെ അടക്കം പറച്ചിൽ. സുരക്ഷാ ക്യാമറയെ വെട്ടിച്ച് K. സുധാകരന്റെ വീട്ടിൽ ചെമ്പ് തകിടുകളും രൂപങ്ങളും കുഴിച്ചിട്ടതെങ്ങനെയെന്നതിലും വ്യക്തതയില്ല. രാജ്മോഹൻ ഉണ്ണിത്താൻ എത്തിച്ച മന്ത്രവാദിയാണ് 1.5 വർഷം മുൻപ് K. സുധാകരന്റെ വീട്ടിൽ നിന്ന് ഇവ കണ്ടെത്തിയത്. ഇതേക്കുറിച്ച് വിശദീകരിക്കാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ ക്ഷുഭിതനായി. നിങ്ങൾക്ക് ഈ സാധനം എവിടുന്ന് കിട്ടി, ആരാ തന്നെന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവൻ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ കമാന്ന് മിണ്ടരുത്. കൂടോത്ര വിവാദം കോൺഗ്രസിന് നാണക്കേടായിരിക്കുകയാണ്. കണ്ണൂരിൽ കൂടോത്രമുണ്ടോ എന്ന് K. സുധാകരനോട് ചോദിക്കണമെന്ന് പറഞ്ഞ CPIM സംസ്ഥാന സെക്രട്ടറി കോൺഗ്രസ് നേതാക്കളെ പരിഹസിച്ചു. ശുദ്ധ അന്ധവിശ്വാസമാണ്. സുധാകരൻ പറഞ്ഞത് കയ്യിൽ കൈയുണ്ട്, കൈ വിളിപ്പോൾ എനിക്ക് കൈക്ക് സുള്ളുണ്ടാക്കി, അതിന് തലയുണ്ടാക്കി, തല വരുമ്പോഴേക്ക് തലക്ക് മരവിപ്പായിരുന്നു എന്നൊക്കെ പറഞ്ഞത് എന്ത് ചെയ്യാനാണെന്ന്. കോൺഗ്രസിലെ സ്ഥാനമോഹികൾ മുതൽ വിവിധ പദവികളിൽ ഇരിക്കുന്നവർ വരെ കൂടോത്രത്തിൽ പൊല്ലാപ്പിലായി. ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതിന് പിന്നിലും കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ തന്നെയെന്നാണ് സൂചന. 24 കണ്ണൂർ. വിവാദങ്ങൾക്കിടെ വീണ്ടും പരസ്പരം പുകഴ്ത്തി തൃശൂർ മേയർ MK വർഗീസും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും. സുരേഷ് ഗോപിയെ ജനം വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് മേയർ MK വർഗീസ്. രാഷ്ട്രീയത്തിനപ്പുറം വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മേയറോട് ബഹുമാനം ആരാധനയുമെന്ന് സുരേഷ് ഗോപിയും പറഞ്ഞു. അയ്യന്തോളിൽ നടന്ന പൊതുപരിപാടിയിലാണ് മേയറും കേന്ദ്രമന്ത്രിയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയത്.
പിന്നാലെ യോഗത്തിന്റെ അധ്യക്ഷൻ കൂടിയായ മേയർ MK വർഗീസ് കേന്ദ്രമന്ത്രിയെ പുകഴ്ത്തി. വലിയ വലിയ സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിനകത്ത് ഉള്ളിലുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതെല്ലാം നമുക്ക് തുറന്നു കാണിക്കും. ജനം പ്രതീക്ഷയോട് കൂടിയാണ് അദ്ദേഹത്തെ തന്നെ വിജയിപ്പിച്ച് വിട്ടിട്ടുള്ളത്. വേദിയിലിരുന്ന് മേയറുടെ പ്രസംഗം കേട്ട ഉദ്ഘാടകനായ കേന്ദ്രമന്ത്രിയും വിട്ടുകൊടുത്തില്ല. ഒട്ടുമേ ഇഷ്ടമില്ലാത്ത എൻ്റെ രാഷ്ട്രീയം ഒരുപക്ഷെ തെരഞ്ഞെടുത്ത് അതിനു മുമ്പ് നോമിനേറ്റ് ചെയ്ത ഒരു പ്രതിനിധി കൊണ്ടുവന്ന് ന്യായമായ കാര്യങ്ങൾ ജനങ്ങളുടെ സൗഖ്യത്തിലേക്ക് എത്തിച്ചു കൊടുത്ത ഒരു മേയർ എന്ന നിലയ്ക്ക് എനിക്ക് അദ്ദേഹത്തെ ആദരിക്കാനും സ്നേഹിക്കാനും മാത്രമാണ് തോന്നുന്നത്. പിന്നാലെ മാധ്യമപ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തി സുരേഷ് ഗോപി ഉദ്ഘാടന വിവാദത്തിൽ മറുപടി നൽകി. സർ, ഒരു കലാകാരനെ കൊണ്ട് ചെയ്യിച്ച് ക്രയവിക്രയത്തിൽ വർധനമുണ്ടാക്കുന്ന കമേഴ്ഷ്യൽ എൻഗേജ്മെന്റ്സ് ഐ ഹാവ് ടു ഗെറ്റ് മൈ ഷെയർ. ഇറ്റ് ഈസ് മൈ റൈറ്റ്. പക്ഷെ അവിടെ ഒരു കാര്യം പറഞ്ഞത് നിങ്ങൾ ആരും അത് ഒന്ന് പെരുപ്പിക്കുന്നില്ല. അത് സങ്കടമുണ്ട്. ആ കാശിൽ നയ പൈസ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയില്ല, പാവങ്ങൾക്കുള്ളതാണെന്ന് പറഞ്ഞത് എന്തേ നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല? മേയർ പൊതുവേദിയിൽ സുരേഷ് ഗോപിയെ പുകഴ്ത്തിയപ്പോഴും ബോധപൂർവം കേന്ദ്രമന്ത്രിയുടെ പേരൊഴിവാക്കിയായിരുന്നു പിന്നാലെ ഡെപ്യൂട്ടി മേയറുടെ പ്രസംഗം. 24 തൃശൂർ. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.